സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രയാസമാണ്, ഒരു രോഗമാണ് നമുക്കൊക്കെ ഉണ്ടാകുന്ന വിസർപ്പം അഥവാ ഹെർപ്പിസ്. അവിടെ ഏതെങ്കിലും സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കുമിളകളായിട്ട് പൊന്തുക. ഭയങ്കര പെയിനായിരിക്കും. പെയിന് കൊണ്ട് ഒരു വർഷമൊക്കെ എടുക്കും. അത് കണ്ണിൻ്റെ ഭാഗത്താണ് കണ്ണിൻ്റെ കാഴ്ച പോകും, ചെവിയുടെ ഭാഗത്താണ് ചെവിയുടെ കേൾവി പോകും, ഹൃദയത്തിൻ്റെ ഭാഗത്താണ് ഹൃദയത്തിന് തകരാറുകൾ ഉണ്ടാക്കും. ഇത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ കരുതണം. പക്ഷെ വളരെ നിസ്സാരമായിട്ട് കളയാം. ഒരു തെങ്ങിൻ്റെ ചൊട്ട, തേങ്ങ വിരിയുന്ന ചൊട്ട വിരിയരുത്, പൊട്ടുക മാത്രമേ ചെയ്യാവുള്ളൂ. അത് കുറച്ച് രണ്ടെണ്ണം പറിച്ച് വെക്കുക. അതിൽ മച്ചിങ്ങ ഒരു 5 or 6 എണ്ണം എടുക്കുക. ഇത്തിരി പാലൊഴിച്ച് തിളപ്പിച്ച് വേവിച്ച് അരച്ച് പുറമേ പുരട്ടുകയും ഉള്ളിൽ കഴിക്കുകയും ചെയ്യുക. ഒരു 5 ദിവസം അടുപ്പിച്ച് അങ്ങ് ചെയ്യുക. വേദനയും പോകും, അതിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറും. ഒരുപാട് ആളുകൾക്ക് ഇത് ഗുണം ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ വെറും ചൊറിച്ചിൽ മാത്രമായിരിക്കും വരിക, ചിലർക്ക് കുമിള പോലെ പൊന്തുകയും ചെയ്യാം. അത് ഇനിമേൽ വന്നാൽ ഈ ഒരു രീതി അവലംബിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഉത്തരം മുന്തിരിയാണ്. ദ്രാക്ഷാരിഷ്ടത്തിൻ്റെയും ദ്രാക്ഷാദി കഷായത്തിൻ്റെയും ഒക്കെ കൂട്ട് മുന്തിരിയാണ്. ഉണക്ക മുന്തിരി ഏറ്റവും ബെസ്റ്റ് രക്തമുണ്ടാകാനായിട്ട്. ഇനി ഇന്നത്തെ ചോദ്യം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ചുരുങ്ങാനായിട്ട് ഒരു ഔഷധ ചെടിയുണ്ട്, ഏതായിരിക്കും അത്? ഉത്തരം പറയുക. വളരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, ഗൃഹവൈദ്യ പാഠപുസ്തകം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം പേർക്ക് ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്നെ കേൾക്കുന്നവർ എല്ലാവരുടെയും വീടുകളിൽ ഒരെണ്ണം വാങ്ങി വയ്ക്കുക. ഈ ഫോട്ടോയിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് 650 രൂപ അടക്കുക. എൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഇട്ട് തന്നാൽ പിറ്റേ ദിവസം തന്നെ ഇവിടെ നയിക്കും, രണ്ടാമത്തെ ദിവസം കിട്ടും. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ പാർസൽ സർവീസിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാങ്ങാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.